هلا 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 السلام عليكم ورحمة الله. സഹിതരെ, ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കുകയാണ്. കൽബുള്ളവരെ കരയിപ്പിക്കുന്ന കണ്ണീരി ചാർച്ചെടുത്ത കഥനകഥ. ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് അടർക്കളത്തിലെ പടക്കുതിര. അടർക്കളത്തിലെ പടക്കുതിര. അഹദോന്റെ തിരുനാമം മൊഴിയിടും കൊണ്ടിവൂടുത്തി അഹമ്മദ് നബിയോരെ സലാമോരൈത്ത് കഥകൾ അറവട്ട് അനുജഹ അഹ്ലുബൈത്ത്. അഹദോന്റെ തിരുനാമം മൊഴിയിടും കൊണ്ടിവൂടുത്തി അഹമ്മദ് നബിയോരെ സലാമോരൈത്ത് കഥകൾ അറവട്ട് അനുജഹ അഹ്ലുൽ ബൈത്തിൽ. അതിനെതിരെയാണ് ചിന്താഭാരയാണ് മദീനയുണക്കമുറന്നത്. എന്തോ പന്തികേടുള്ള പോലെ, എന്തോ പ്രതികാര ഭയമാണല്ലോ എല്ലാവരും സംസാരിച്ച് കേൾക്കുന്നത്. എന്താണത്? അവിടെ നോക്കിയാ ജാഫർ ബിൻ അബി ത്വാലിബ് കിടക്കുന്നത്. ആ മരച്ചൂട്ടിലുള്ളത് ജാഫർ ബിൻ അബി ത്വാലിബ്. നബി തങ്ങളുടെ പുന്നാരം വലിപ്പയായ അബൂ താലിബിന്റെ മകൻ, ധീരപുത്രനായ അലിയാരുടെ സഹോദരൻ ജാഫർ അല്ല അതിരിക്കുന്നത്. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം പിടുത്തുവാൻ ബസറയിൽ ചെന്നാണ്. അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ വിധിച്ചൊരു പൊന്നാരെ, അവരെ ശുഹറബിക്കൊന്നാരെ. പരിശുദ്ധ റസൂലിന്റെ തിരുസത്യം പിടുത്തത് ബസറയിൽ ചെന്നാണ്. അവിടെ പരിപൂർണ മതത്തിന്റെ തിരുസത്യം പരത്തുവാൻ വിധിച്ചൊരു പൊന്നാരെ, അവരെ ശുഹറബിക്കൊന്നാരെ. ആദരവായ ഹബീബിന്റെ ശുദ്ധ പ്രസ്ഥാനമായ ദീനുൽ ഇസ്ലാമിനെ ബസ്രയെ പ്രചരിപ്പിക്കാൻ വേണ്ടിയെത്തിയ ഹാരിസ് ബിൻ ഉമ്മൈമ റളിയല്ലാഹു അൻഹുവിനെ സുഹറബി എന്ന നീചൻ കൊന്നു കളഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ഹാരിസ് ഒരിക്കലും നമ്മളിലേക്ക് തിരിച്ചു വരികയില്ല. ഇല്ല, അവനെ ഞാൻ വെറുതെ വിടുകയില്ല. അവനെ പൊട്ടി ഒഴുകുന്ന കണ്ണീക്കടയിൽ ഒരിക്കലും ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു പുലികുട്ടിയെ പോലെ കുഴിച്ചുറ്റി മദീനയിൽ യുദ്ധകാലം മുഴങ്ങുകയാണ്. സ്വഹാബത്തിന്റെ രക്തം തിളച്ചു മറിയുന്നു. 3000-ഓളം വരുന്ന രണവീരന്മാർ റസൂലുള്ളാഹിന്റെ വാക്കുകൾക്ക് കാത്തിരിക്കുകയാണ്. എന്തായിരിക്കും റസൂലുള്ളാഹി അവരോട് പറഞ്ഞത്? കേൾക്കാം. തിരുത്താഹ റസൂലിന്റെ അമറായി സഹാബത്തോരെ ഇരുലോകം ജയിക്കുവാൻ അഖിലവും പിച്ചോരെ സൻഹബനാസിരിൽ മുന്നിൽ നിന്ന് ജാഫറും അബ്ദുള്ള പിന്നിൽ ചെന്ന് എടുത്തിലടറാടും പിന്നിട ചെന്നിടാൻ ഫിർദൗസിൽ കനിയണം റഹീമായോനേ. സൻഹബനാസിൽ മുന്നിൽ നിന്ന് ജാഫറും അബ്ദുള്ള പിന്നിൽ ചെന്ന് എടുത്തിലടറാടും പിന്നിട ചെന്നിടാൻ ഫിർദൗസിൽ കനിയണം റഹീമായോനേ. അതെ, സയ്യിദ് ബിൻ ഹാരിസ് വലിയ സംഭവിച്ചാൽ സൈന്യത്തിന്റെ നേതൃത്വം ഞാൻ ഏറ്റെടുക്കണം. അതെ, ഇത് ഞാൻ തന്നെ ഏറ്റെടുക്കണം. അല്ലാഹ് ഈ ദീനിന്റെ കാവൽക്കാരൻ ആകാൻ വേണ്ടി ആരംഭപ്പൂവായ റസൂൽ തന്നെ ഏൽപ്പിച്ചുവല്ലോ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ കൽബകം ആനന്ദത്താൽ കുളിർത്തു. എത്ര പെട്ടെന്ന് യാത്ര തിരിക്കണം. എന്റെ പ്രിയ പത്നിയോട് സമ്മതം ചോദിക്കണം. എന്റെ ആസ്മ, അതെ അവൾ ആസ്മ ബീവി പാവമാണ്. ജീവിതത്തിന്റെ മധു ഒഴുകുന്ന വസന്ത രാവുകൾ ഏറെയൊന്നും അവൾ അനുഭവിച്ചിട്ടില്ല. അല്ലാഹ് എന്റെ പൊന്നുമോൻ, അതെ റബ്ബേ, ഒരു ദിവസം പോലെ എല്ലാം അസ്തമിച്ചൊതുങ്ങുകയാണോ? അവർക്ക് ഇനി ആരാണ് തമ്പുരാനെ ഒഴുകുക? തിരുന്ന കണ്ണുകളോടെ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലെത്തി. അറിഞ്ഞില്ല, ഇതൊന്നും ബീവി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആസ്മാ ബീവി പതിവാദിക്ക് നിന്ന് തന്നെ നിൽക്കുകയുണ്ടായിരുന്നു. ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. അറിയാത്തവൻ നിൽക്കുകയായിരുന്നു. അദ്ദേഹം അവരെ മറിഞ്ഞു പിടിച്ചു. ആസ്മ മോളെ, ആസ്മ മോളെ, യാത്ര ഒഴിഞ്ഞുകൊണ്ട് കുടുങ്ങി വരണ്ട മോളെ, ഞാൻ നിന്നിൽ നിന്ന് പോവുകയാണ്. തങ്ങൾ എന്നെ ദീനിൽ പ്രചാരണമായി എടുത്തിട്ടുണ്ട്. ആ ചാരു കയറി വിളിക്കുമ്പോൾ കുഞ്ഞിൽ നിന്ന് വിളി, ഉപ്പ ഉപ്പ
അതാ മനസ്സിൽ പാഞ്ഞു കയറി എന്റെ പിഞ്ചു മോന ഓമനെ വാരിപ്പുണർന്നു. എല്ലാം മറന്ന നിമിഷമായി നിൽക്കുകയാണ് ജാഫർ. തന്നെ പടവാൾ കയ്യിൽ കൊടുത്തുകൊണ്ട് ആ ധീരവെന്ന് പറയുകയാണ്, പോവുക, ഇസ്ലാമിന് വേണ്ടി താങ്കൾ പോകുക. പൊരുളും പ്രിയനെ അടർക്കാളത്തിൽ പടച്ചോന്റെ പെരിയോന്റെ അമർന്ന ശിക്ഷനാൻ പൂമോൻ ഇറന്നിലും ദുബർക്കം കൂടാതെ പോണം പെരിയോനെ നീ അടർക്കാളത്തിൽ പടച്ചോൻ വിധിക്കുന്നുണ്ട് അതിൽ ക്ഷണത്തിൽ. മുഹ്തദിനെ പടക്കളം 1 ലക്ഷത്തോളം ശത്രുക്കൾ പരാവാരം പോലെ പരന്നു കിടക്കുകയാണ്. ശത്രുവിന്റെ അനുഗമനം മുസ്ലിം സൈന്യത്തെ ഒരിക്കലും തളർത്തിയില്ല. വിശുദ്ധ പതാകയുമേന്തി സഅദ് ബിൻ ഹാരിസ് മുന്നിൽ നിന്ന് പടർന്ന് കയറുകയാണ്. അദ്ദേഹത്തിന്റെ വാൾ ഉയർന്നു താഴ്ന്നു കൊണ്ടിരിക്കുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അപ്രത്യക്ഷമായി ഉരുട്ടേറ്റുകൊണ്ട് മഹാനവറുകൾ രക്തത്തിൽ ഒടിഞ്ഞു വീഴുകയാണ്. വിശുദ്ധ പതാക തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നമ്മൾ തന്നെ ഓതിക്കൊണ്ട് ഇരിക്കുകയാണ്. സിംഹത്തെ പോലെ ജാഫർ ബിൻ അബി താലിബ് ശത്രുപാളിലേക്ക് ഇരച്ചു കയറി തലങ്ങും വിലങ്ങും വെട്ടി ശത്രുവിന്റെ തലന്തരീക്ഷത്തിൽ കരയിൽ പോലെ പാടി പടർക്കുകയാണ്. എന്നിട്ടോ ബാക്കി കേൾക്കാം. വമ്പുറ്റ ജാഫർ റളിയല്ലാഹു ഇര ചാടിയിട്ടുയർന്ന് തകർക്കുന്നേ വെള്ളൽ തീരു മഹമൂദിൻ തൃക്കോടി ഇട്ട് ചവിട്ടുന്നോനാരടാ. ഇര ചാടിയുയർന്ന് തകർക്കുന്നേ വെള്ളൽ തീരു മഹമൂദിൻ തൃക്കോടി ഇട്ട് ചവിട്ടുന്നോനാരടാ. അമ്പവൻ തന്നോട് ദീനിൽ ഉൾക്കൊണ്ട് അല്ലാഹ് പെരിയോനെന്നോതിടേ. അമ്പമ്പോ അമ്പുകൾ ചീരി വന്നിട്ട് വമ്പര് നെഞ്ച് പിളർത്തിടേ. ഒരു കലാപന വിട്ടേറ്റു. മഹാനവർ വലതു കൈ അറ്റു വീണു. സുബ്ഹാനല്ലാഹ്, അതിലേക്ക് താമസിക്കുന്ന മുമ്പ് തന്നെ ഇടത് കൈ മുറിഞ്ഞു വീണു. എന്റെ ഇടത് കൈ മുറിച്ചിട്ടും എന്റെ വലത് കൈ മുറിച്ചിട്ടും കുഴപ്പമില്ല. എന്റെ റസൂലിന്റെ പതാക മണ്ണിൽ മുട്ടാൻ ഞാൻ സമ്മതിക്കുകയില്ല, ഭൂമിയിൽ വീഴാൻ ഞാൻ താമസിക്കുകയില്ല. മുറിച്ചിട്ട കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ തീര യോദ്ധാവ് സധൈര്യം തലകൊണ്ട് കാലികമായി ശത്രുക്കൾ വിട്ടുകൊണ്ട് മരിക്കുകയാണ്. തടിച്ചു കളിച്ചുകൊണ്ട് കടിച്ചു മുറിക്കുകയാണ് അവരുടെ ശരീരം. ഹൃദയങ്ങളെല്ലാം പുറത്തെടുക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വീഴുകയാണ്. ആ പുണ്യാത്മാവ് ലോകത്തിലേക്ക് പറന്നുയർന്നു. 100-ലധികം മുറിവുകളോട്ട് കൈകൾ രണ്ടും ഒടിഞ്ഞ് തൂങ്ങിയും തന്റെ സ്വപ്നങ്ങൾ നാളേക്ക് മാറ്റിവെച്ചു. പരിശുദ്ധ ദീനിനു വേണ്ടി പോരാടിയ വീരയോദ്ധാവിന് ആർക്കാണ് മറക്കാനാവുക, ആർക്കാണ് സഹിക്കാനാവുക? മുദത്തിന്റെ പടക്കളത്തിൽ തന്റെ ചോരെഴുതിയ പഠിപ്പിച്ച ജാഫർ റളിയല്ലാഹുവിന്റെ കൊടിയ കഥ അല്ലാഹു നമ്മളെ പാഠം പഠിപ്പിക്കുകയാണ്. അവരുമായി സ്വർഗത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതോടുകൂടി കഥാപ്രസംഗം